നമസ്കാരം. 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ നായർ. 2010-ലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും. വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്ത് ഒട്ടുമിക്ക നടിമാരുടെയും രീതി. നവ്യയും ഇതേ പാത പിന്തുടർന്നു. കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നടുകയായിരുന്നു പിന്നീട്. എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല. മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണിപ്പോൾ. അഭിനയ മികവ് കൊണ്ടും നൃത്തചാരുത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. പൊതുവെ താരങ്ങളുടെ കുടുംബത്തിലെ ചെറിയൊരു മാറ്റം പോലും ശ്രദ്ധിക്കുന്നവരാണ് ആരാധകർ. ഒരുമിച്ച് കുറച്ചുനാൾ ഒരു ചിത്രം ഇട്ടില്ലെങ്കിൽ, ആഘോഷങ്ങളിൽ ഒരുമിച്ച് ഭാഗമായില്ലെങ്കിലൊക്കെയും ഇവർക്കിടയിൽ എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ ആകാംക്ഷയും കൂടും. പിന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാകും അങ്ങോട്ട് നടക്കുക. ചിലർ അതിനുള്ള മറുപടി നൽകും, മറ്റു ചിലർ പ്രതികരിക്കാറില്ല. അത്തരത്തിൽ കുറച്ചു നാളായി നവ്യയും സന്തോഷും തമ്മിൽ ഒരുമിച്ചെത്താത്തതിനെ കുറിച്ചാണ് ആരാധകരുടെ ചോദ്യം. ഇടയ്ക്ക് വെച്ച് നവ്യ അതിന് മറുപടിയും നൽകിയിരുന്നു. നവ്യ ഇടയ്ക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. യൂട്യൂബിൽ ഏറെ സജീവമായ ആളാണ് നവ്യ. താരത്തിന്റെ ഓരോ വീഡിയോയും കേട്ടിരിക്കാൻ തന്നെ അതീവ രസമാണ് താനും. എത്ര കേട്ടാലും അവരുടെ വർത്തമാനം മതിയാകില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ഒരിക്കൽ നവ്യ നായർ പങ്കുവെച്ച ഒരു വീഡിയോയിലാണ് ചോദ്യവുമായി ചിലർ വന്നത്. സന്തോഷിന് എവിടെ, എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ഭർത്താവ് എവിടെ പോയി, ആ കാര്യത്തിൽ മാത്രം സൈലന്റ് ആണല്ലോ, ഒരു മറ വെച്ച് സംസാരിക്കുന്ന പോലെയുണ്ടെന്ന ചോദ്യമായിരുന്നു ഒരാൾക്കുണ്ടായിരുന്നത്. ഭർത്താവ് ഉള്ളതുകൊണ്ട് മകനെ കിട്ടി, അത് മറക്കരുതെന്ന് മറ്റൊരു വ്യക്തിയും പറയുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി തന്നെ നവ്യ നൽകി. മകനെ കിട്ടിയത് അദ്ദേഹത്തിൽ നിന്നും ആണെന്ന് മറക്കേണ്ട കാര്യം അല്ലെന്നും, ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുന്നതല്ലേ മര്യാദ ആമി എന്നും നവ്യ പ്രതികരിച്ചു. താരത്തിന്റെ പ്രതികരണത്തിന് വമ്പൻ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് ലഭിച്ചത്. ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ്. പെരുന്നയിൽ തൈപ്പൂയം ഉത്സവത്തിന് മിക്കപ്പോഴും സന്തോഷിന്റെ ഒപ്പം നവ്യ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നവ്യ കണ്ടില്ലല്ലോ, മനഃപൂർവ്വം ചിത്രങ്ങളിൽ എത്താത്തതാണോ എന്നൊക്കെയായി ചോദ്യങ്ങൾ. ആഘോഷങ്ങളിൽ ആഹ്ലാദിക്കുന്ന സന്തോഷ് മേനോന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇതോടെയാണ് നവ്യ എവിടെ എന്ന ചോദ്യങ്ങൾ വന്നതും. ആ സമയത്ത് നവ്യ ദുബായിലായിരുന്നു എന്നാണ് പോസ്റ്ററുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിലും പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതേസമയം എപ്പോഴും നവ്യയുടെ വ്യക്തിജീവിതം ചർച്ച തന്നെയാണ്. നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യയ്ക്കൊപ്പം ഭർത്താവില്ല. തന്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്രയേറെ സന്തോഷവതിയല്ല നമ്മുടെ നവ്യ നായർ എന്നാണ് പറയപ്പെടുന്നത്. വിവാഹം ചെയ്തത് ഒരു ബിസിനസ്സുകാരനായതിനാൽ പ്രതീക്ഷിച്ച ദാമ്പത്യ ജീവിതമല്ല നവ്യ നായർക്ക് കിട്ടിയത്. നവ്യ നായർ പലവട്ടം തന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. നവ്യയുടെ പല ആഘോഷങ്ങൾക്കും ഭർത്താവ് ഉണ്ടാകാറില്ല. എന്തിന് മകനായ സായിയുടെ പിറന്നാളിനും അദ്ദേഹം പങ്കെടുത്തില്ല. നവ്യയും നവ്യയുടെ സഹോദരനും അച്ഛനും അമ്മയും മാത്രമാണ് പങ്കെടുത്തത്. മാത്രമല്ല, നവ്യ പുതിയ കാർ എടുത്തപ്പോൾ, നവ്യ പുതിയ വീട് വാങ്ങിയപ്പോൾ പോലും പാലുകാച്ചിലിന് പോലും ഭർത്താവ് വന്നില്ല. പല ആഘോഷ പരിപാടികളിലും, എന്തിന് ഓണാഘോഷങ്ങൾക്ക് പോലും നവ്യയുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷ് മേനോനാണെങ്കിൽ സ്വന്തം കുടുംബത്തോടൊപ്പമാണ് ഓണം ആഘോഷിച്ചത്. ഇതോടെ ആരാധകർ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തയുമായി എത്തിയിരുന്നു. അതേസമയം താരത്തെക്കുറിച്ച് അമ്മായി അമ്മയ്ക്കും നാത്തൂനും ഒക്കെ 100 നാവാണ്. ഒഫീഷ്യലായി ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്നും, അങ്ങനെയാണ് മുതുകുളത്ത് പോയി കുട്ടിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നാണ് സന്തോഷിന്റെ അമ്മ മുൻപ് പറഞ്ഞിരുന്നത്. കണ്ട നാൾ മുതൽ ഇന്ന് വരെ മോളുടെ പെരുമാറ്റം ഒരേപോലെയാണ് ഞങ്ങളോട്. മോളെ എനിക്ക് കല്യാണത്തിന് മുൻപേ തന്നെ അറിയാമായിരുന്നു. മോളുടെ ഡാൻസ് ടിവിയിലാണേലും പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മോളുടെ ആലോചന വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും കാണാൻ വേണ്ടി പോയതും എന്ന് പറയുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഒരുത്തിയിലൂടെ തിരികെ വന്ന നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജാനകി ജാനയായിരുന്നു. വരാഹമാണ് നവ്യയുടെ പുതിയ സിനിമ. ഈ വർഷം നവ്യയുടേതായ സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലും നൃത്തവേദികളിലുമെല്ലാം സജീവമായി തന്നെ നവ്യയുണ്ട്.